പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൻ്റെ അവസാന വാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രത്യേകമായി പരിഗണിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ സവിശേഷമായ പരിഗണനയും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളാണ് ദുൽഖഅദ് മാസത്തിനും ഉള്ളത്. അത് വന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അവസാന വാരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇനി വരാനുള്ള മാസങ്ങളും ദുൽഖഅദ് പോലെ തന്നെ പവിത്രമായ മാസങ്ങളാണ്. ഈ 12 മാസങ്ങളായി വർഷത്തെ സംവിധാനിച്ചവൻ 4 മാസങ്ങളെ അള്ളാഹു പ്രത്യേകം പോരിശയുള്ളതാക്കി മാറ്റി പവിത്രതയുള്ളതും പരിശുദ്ധിയുള്ളതുമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാസുൻ മുതവാലിയത്തുൻ, അതിൽ 3 മാസങ്ങൾ തുടരെ വരുന്ന 3 മാസങ്ങളാണ് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം. 3 മാസങ്ങൾ തുടരെ 3 മാസങ്ങൾ ദുൽഖഅദ് മുതൽ തുടങ്ങി മുഹറം മാസം അവസാനിക്കുന്നത് വരെയും ഏകദേശം 90ഓളം ദിവസങ്ങൾ അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുന്ന ദിവസങ്ങളാണ്. അള്ളാഹു പ്രത്യേകമായി ആദരിച്ചിട്ടുള്ള ദിവസങ്ങളാണ്. ഈ സമയങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് തഖ്വയുള്ള ഒരു വിശ്വാസിയുടെ ലക്ഷണം കൂടിയാണ്. ഈ ദിവസങ്ങൾ, ഈ കടന്നു പോകുന്ന നിമിഷങ്ങൾ അള്ളാഹു ഏറ്റവും ആദരിച്ച നിമിഷങ്ങളും സമയങ്ങളുമാണെന്ന് മനസ്സിലാക്കി നമ്മൾ തിന്മകളിൽ നിന്ന് കൂടുതലായി വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയും നന്മകൾ കൂടുതൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിയായ വിധത്തിലുള്ള തഖ്വ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഷിആറുകളിൽപ്പെട്ടതാണിത്. അള്ളാഹുവിൻ്റെ ഷിആറുകളിൽപ്പെട്ട ഈ പവിത്രമായ ദിനങ്ങളെ ആദരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ തഖ്വയുള്ളവനായി തീരുക എന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരമായി കടന്നു പോകുന്ന ഈ നിമിഷങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ട്, വലിയ മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കുക. ദുൽഖഅദ്, ദുൽഹജ്ജ് മാസങ്ങൾ പവിത്രമാകുമ്പോൾ അതിൻ്റെ പിറകിലെ ഒരു താല്പര്യം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക അത് ഹജ്ജിൻ്റെ കൂടി മാസമായതുകൊണ്ട് കൂടിയാണ്. ഹജ്ജിൻ്റെ മാസം കൂടിയായതുകൊണ്ട്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഈ ഹജ്ജിന് അറിയപ്പെട്ട ചില മാസങ്ങളുണ്ട്. ഫമൻ ഫറള ഫീഹിന്ന അൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫഅലു മിൻ ഖൈറിൻ യഅലമുല്ലാഹ് ഫതസബ്ബദു ഫഇന്ന ഖൈറ സാദി തഖ്വ ഫതകൂനു യാ ഉലിൽ അൽബാബ്. ഈ വിശുദ്ധ ഖുർആൻ ഹജ്ജിന് അറിയപ്പെട്ട ചില മാസങ്ങളുണ്ട്. ദുൽഖഅദ്, ദുൽഹജ്ജ് മാസത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നത്. ആ മാസങ്ങൾ അറിയപ്പെട്ട മാസമാണ്, ലോകത്ത് അറിയപ്പെട്ട മാസമാണ്, പ്രസിദ്ധമായ മാസമാണ്. ഹജ്ജിൻ്റെ മാസങ്ങൾ എല്ലാവർക്കും അറിയാം. അത് പവിത്രമായ മാസമാണ്. അതിൽ ഹജ്ജിന് വേണ്ടി ആരെങ്കിലും കരുതിയിട്ടുണ്ട് എങ്കിൽ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ട്, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാൽ, തർക്കങ്ങൾ വേണ്ട, മ്ലേച്ഛ വൃത്തികൾ ഏർപ്പെടാൻ പാടില്ല, തിന്മകളിൽ ഏർപ്പെടാൻ പാടില്ല, നന്മ മാത്രം പ്രവർത്തിക്കുക. വമാ തഫഅലു മിൻ ഖൈറിൻ യഅലമുല്ലാഹ്. ഹജ്ജിന് വേണ്ടി നിയത്താക്കിയ ഏതൊരു മനുഷ്യനും ഹജ്ജിൻ്റെ മാസങ്ങളിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. മോശമായ വാക്കുകൾ പോലും വരാൻ പാടില്ല, അനാവശ്യമായ തർക്കങ്ങൾ ഏർപ്പെടാൻ പാടില്ല, മ്ലേച്ഛ വൃത്തികൾ ഏർപ്പെടാൻ പാടില്ല, തിന്മകൾ ജീവിതശീലമാക്കി മാറ്റാൻ പാടില്ല. അതൊന്നും നല്ലതല്ലേ. വമാ തഫഅലു മിൻ ഖൈറിൻ യഅലമുല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഇനി ഹജ്ജിന് നിയത്താക്കിയാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ ഇലാഹ്, നമ്മുടെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഓരോ മനുഷ്യനെയും വെവ്വേറെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ മാസത്തിൽ ഹജ്ജിന് വേണ്ടി നിയത്താക്കിയാലും ഇല്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് വെവ്വേറെ നിരീക്ഷിക്കുന്നവനാണ് നാഥൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഹജ്ജിന് വേണ്ടി നിയത്താക്കിയവർ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കാതിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വലിയ നിലയിൽ ചിന്തിക്കേണ്ടതുണ്ട്, ഗൗരവത്തോടെ വീക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഹജ്ജിൻ്റെ മാസം, ഹജ്ജിൻ്റെ മാസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നുള്ളത്. ഇപ്പം ഹജ്ജുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഹജ്ജ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 5-മത്തത്. ഇസ്ലാം കാര്യങ്ങൾ എണ്ണിപ്പടിക്കാൻ തുടങ്ങിയ ചെറിയ പ്രായം മുതൽക്കേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഹജ്ജ് എന്താണെന്ന്. ഹജ്ജ് നമുക്കറിയാം, കഴിവുള്ളവൻ വിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽ 5-മത്തേതാണ് എന്ന് പഠിക്കണം. ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അറിയേണ്ടത് നമ്മുടെ നിർബന്ധിതമായൊരു ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഹജ്ജിൻ്റെ ഗൗരവം എന്നുള്ളത് മുസ്ലിമുകൾ വ്യക്തമായി മനസ്സിലാക്കാത്തൊരു സാഹചര്യമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അത്രയും നിർബന്ധമൊന്നുമില്ല. ഓരോ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങൾക്കും കുറെ കണ്ടീഷൻസ് ഉണ്ട്. അത് നിർബന്ധമാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ പരിശോധിച്ചാൽ ഓരോന്നും
നിരുപാധികം ഷഹാദത്ത് അത്രയും തീവ്രമായ ഇടപാടാണത്. അതിൽ യാതൊരുവിധ കണ്ടീഷനുമില്ല. ബുദ്ധി ഉറച്ച ഒരു മനുഷ്യനാണോ അവൻ ഷഹാദത്ത് സ്വയം അംഗീകരിക്കണം. അത് ഇസ്ലാമിന്റെ തുടക്കമാണ്. രണ്ടാമത് നമസ്കാരം വരുമ്പോൾ നമസ്കാരം ശുദ്ധി കൂടി പരിഗണിക്കുന്നുണ്ട്. ഈ ശുദ്ധി കൂടി പരിഗണിക്കുന്നു. ശുദ്ധിയും അതോടൊപ്പം തന്നെ ബുദ്ധിയും ഉണ്ടെങ്കിൽ മുസ്ലിമാണോ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഏത് ഘട്ടത്തിലും നമസ്കാരം ഒഴിവാക്കാൻ ഒരു നിർവാഹവുമില്ല. അടുത്തതിലേക്ക് വരുമ്പോൾ സക്കാത്താണ്. അത് സക്കാത്ത് സമ്പത്തുള്ളവന് മാത്രമാണ്. സമ്പത്തുള്ളവൻ, അവൻ കൃത്യമായ ഒരു നീക്കിയിരിപ്പുള്ളവൻ, അവന്റെ ഭാഗത്ത് നിന്നാണ് സക്കാത്തിന്റെ ചർച്ച വരുന്നത്. സമ്പത്ത് ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞാൽ വരുന്നത് വിശുദ്ധ റമദാൻ മാസത്തിൽ നോമാണ്. റമദാൻ മാസം വന്നിട്ട് മുമ്പ് പിടിച്ചാൽ മതി നിർബന്ധമായിട്ടുള്ള. ആ മാസത്തിലേക്ക് മാത്രം അത് ചുരുങ്ങുകയും ആ മാസത്തിൽ തന്നെ ഒരു മനുഷ്യന് ആരോഗ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നോമ്പെടുത്താൽ മതി. അപ്പൊ അത് ആ നിലയിൽ പറയുകയും അവസാനം ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിലേക്കൊരു മനുഷ്യൻ എത്തിപ്പെടാൻ ആവശ്യമായ ശരീരം, ആരോഗ്യം, സമയം, സമ്പത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ഹജ്ജ് നിർബന്ധമാവുക. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ വിഷയത്തിൽ നമുക്കൊരു ഒരു നിസാരവൽക്കരണം പൊതുവിൽ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അതും ആയുസ്സിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ അവിടെ പോയി ഹജ്ജ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർ, അത്രയും സാമ്പത്തികമായി ബേക്കപ്പ് ഉള്ളവർ, അത്രയും വലിയ നിലയിൽ ടൂറ് പോയി വരാനുള്ള ഒരു ആഘോഷമായി പോയിട്ട് വരാനുള്ള മനസ്സുള്ളവർ, അവർക്ക് മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ. നമുക്കിതൊന്നും ബാധകമല്ല എന്ന് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും കണക്കാക്കുന്നുണ്ട്. ഈ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ, 5 തൂണായി മതം. ഈ 5 തൂണും കൂടി ഉണ്ടാകുമ്പോഴേ ഈ ഇസ്ലാം എന്ന മതം ഒരു വ്യക്തിയിൽ സ്തൂപമായി നിൽക്കുകയുള്ളൂ, ഒരു കെട്ടിടം പോലെ നിൽക്കാൻ കഴിയത്തുള്ളൂ. 5ാമത്തെ തൂണ് ആരും നിർമ്മിച്ചിട്ടില്ല. ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യാൻ ചില കടമ്പകളുണ്ട്. അതുകൊണ്ട് കുറെ നിബന്ധനകൾ വെച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനും അല്ലാഹും റസൂലും. അല്ലാത്തിടത്തോളം ഹജ്ജിന്റെ നിർബന്ധിതാവസ്ഥ ഒരു വ്യക്തിയിൽ നിന്നും ഒഴിവാകുന്നില്ല. ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ് ഹജ്ജ് എന്നുള്ളത്. എനിക്ക് ഹജ്ജ് നിർബന്ധമാകുന്ന ഒരു സാഹചര്യത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ കടന്നുപോയാൽ, എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് സാമ്പത്തികമായ ആ സമയത്ത് വിശാലതയുണ്ടായിരുന്നു, എനിക്ക് സമയവും ഉണ്ടായിരുന്നു, എല്ലാ അവസരങ്ങളും ഒത്തുകൂടിയിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹജ്ജിനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുസ്ലിമായിട്ടില്ല, പൂർണ്ണ മുസ്ലിം ആവാൻ എന്നെ കൊണ്ടായിട്ടില്ല. കാരണം ഹജ്ജ് നിർബന്ധമായ ഒരു സാഹചര്യം എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും ബോധപൂർവ്വം ഞാൻ മാറി നിന്നിട്ടുണ്ട്, അനുവദിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണത്തെ കുറിച്ച് അബീ ഹുറൈറ പറയുന്നുണ്ട്. ഖതബനാ റസൂലുള്ളാഹി, ഒരിക്കൽ റസൂൽ നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇന്നല്ലാഹു ഫർള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. റസൂൽ പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, എല്ലാവരും ഹജ്ജ് ചെയ്യണേ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ചോദിച്ചു, അഫിക്കുൽ യാമി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണമെന്നാണോ എന്ന് ഒരു മനുഷ്യന്റെ ചോദ്യമാണ്. റസൂൽ ഒന്നും മിണ്ടിയില്ല, മറുപടി പറഞ്ഞില്ല. അയാൾ പിന്നെയും ഇത് ആവർത്തിച്ചു, റസൂലെ ഫികുൽ ആമിൻ, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ എന്ന്. റസൂൽ മറുപടി പറഞ്ഞില്ല. അയാൾ ചോദ്യം പിന്നെയും ആവർത്തിച്ചു. അല്ലാഹു റസൂലെ, എനിക്കറിയേണ്ടത് ഇതാണ്, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ മുസ്ലിമിന് നിർബന്ധമാണോ എന്ന്. റസൂൽ നിങ്ങൾ എന്താണ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അനുസരിക്കുക എന്നതല്ലേ നിങ്ങൾക്ക് ഏറ്റവും അഭിപ്രായമായിട്ടുള്ളത്, അതല്ലേ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഉപചോദ്യങ്ങൾ? നിങ്ങൾ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? പറയാൻ എളുപ്പം അതെ എന്നാണല്ലോ. എല്ലാ വർഷവും നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാൻ എത്ര എളുപ്പമാണ്. ഞാൻ അതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമാവൂലേ? അത് എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ മുസ്ലിം പൊതുസമൂഹത്തിന് മേൽ നിർബന്ധിതമായ ഒരു ബാധ്യതയാവില്ലേ? ലമസ്തുതഅതും, നിങ്ങളെ കൊണ്ട് സാധ്യമാകുമോ? അത് എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യനെ കൊണ്ട് പ്രായോഗികമാണോ? അത് പ്രായോഗികമല്ല. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പമല്ലാത്ത, നിങ്ങളെ കൊണ്ട് പ്രായോഗികവൽക്കരിക്കാൻ കഴിയാത്ത ഒരു പ്രയാസത്തെ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? ഞാനൊരു കാര്യത്തിൽ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നിർവഹിക്കുക. ഞാൻ പറയാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്നോട് ചകഞ്ഞ് ചോദിക്കല്ലേ? അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പല ഘട്ടത്തിൽ റസൂൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വഹി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മതത്തിന്റെ വിഷയത്തിൽ ഞാൻ ഏതെങ്കിലും തീർപ്പ് പറഞ്ഞാൽ, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പായിട്ട് ഹദീസിന്റെ രൂപേണ ഞാൻ സംസാരിച്ചു, അല്ലെങ്കിൽ ഖുർആനോദി നിങ്ങളുടെ മുമ്പിലേക്ക് ആശയങ്ങൾ പഠിപ്പിക്കുന്നു, ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അത് അതേപടി അനുസരിക്കുക. സമീഅനാ വഅതഅനാ, കേൾക്കുക, അനുസരിക്കുക എന്നതല്ലേ വിവേകമുള്ള വിശ്വാസികൾ ചെയ്യേണ്ടത്. കൂടുതൽ ചോദിച്ചാൽ ബനൂ ഇസ്രായേലുകൾ പശുവിനെ തേടിയതുപോലെ ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു, ആ പശുവിനെ അറുക്കണമായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്കാണ്, അനുസരിക്കാമായിരുന്നല്ലോ അവർക്ക്. പശുവിനെ കുറിച്ച് അന്വേഷണം തുടങ്ങി, ഏത് വിധത്തിലുള്ള പശുവാണ് ഉദ്ദേശിക്കുന്നതെന്ന്.
ഏത് തരം പശുവാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ആ പശുവിനെ കുറിച്ചുള്ള മറുപടി മൂസ നബി അലൈഹി ഇസ്ലാം വിശദീകരിക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്. മൂസ ഏത് പശുവിനെയാണ് ഇറക്കേണ്ടത് എന്ന്. മൂസ നബി അലൈഹി ഇസ്ലാം അള്ളാഹു പറയുന്നത് അത് മേയ്ക്കാൻ ഉപയോഗിക്കാത്തത്, അതിന് സ്വയം മേഞ്ഞു നടക്കുന്നതും, എന്നാൽ അതിന് ഈ വണ്ടിക്കാളയായിട്ടോ കൃഷിക്കോ വേണ്ടി ഉപയോഗിക്കാതെ പണിയെടുപ്പിക്കാത്തതിനെയാണ് ആവശ്യമുള്ളത്. അതിന്റെ പ്രായം ചോദിക്കും മൂസ നബി അലൈഹി ഇസ്ലാമിനോട്. പ്രായം പറഞ്ഞപ്പോ അത് തിരിച്ചു ചെറിയ കുട്ടിയുമല്ല, എന്നാൽ വലിയ മുറ്റിപ്പോയതുമല്ല, ഒരു ഇളം പ്രായമുള്ള ഒരു മൃഗമാണ്, പശുവിനെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന്. എന്നാൽ പിന്നെ നിറം കൂടി അറിയട്ടെ എന്ന്. നിറം കൂടി അറിയണമെന്ന്. നിറവും പറഞ്ഞു കണ്ടാൽ ആർക്കും കണ്ണിന് മോഹിപ്പിക്കുന്ന വിധത്തിൽ ഒരു മഞ്ഞയോടടുത്തുള്ള നിറമുള്ള സഫ്രായ നിറത്തിലുള്ള പശുവാണെന്ന്. ഇപ്പൊ ശരിയായെന്ന്. ഇപ്പോഴാ വ്യക്തമായത് കാര്യങ്ങള്. ഇപ്പൊ മനസ്സിലായി പശു എങ്ങനത്തെയാണ്, ഏത് നിറമാണ്, ഏത് പ്രായമാണ്, ഏത് തരമാണ്. ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞവര് പോയവർ ഒരുപാട് പ്രയാസപ്പെട്ടു ആ പശുവിലേക്ക് എത്താൻ. അത് ചോദിച്ച് അവരെടുത്ത ഒരു ബുദ്ധിമുട്ടാണ്. ആയത്തിന്റെ അവസാനം അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹു ഉദ്ദേശിക്കുന്നെങ്കിൽ കണ്ടെത്തിയിട്ടേ വരുള്ളൂ. ആ ഇൻഷാ അല്ലാഹിലൂടെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചതിലൂടെ അള്ളാഹുവിന്റെ സഹായമുണ്ടായി അവർ ആ പശുവിലേക്ക് എത്തിയിരുന്നു എന്ന ചരിത്രം. അപ്പൊ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ഉപചോദ്യങ്ങൾ ഒരുപാട് മുമ്പിൽ വെച്ചിട്ട് ഇസ്ലാമിന്റെ വിഷയത്തിൽ മതത്തെ നിങ്ങൾ ശുദ്ധത്താക്കാൻ പാടില്ല, പ്രയാസമാക്കാൻ പാടില്ല. ലളിതമായി എളുപ്പമുള്ള കാര്യങ്ങൾ അള്ളാഹു റസൂൽ ആവശ്യപ്പെടുക. ഇതേതൊരു വിഷയത്തിലും നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അനുസരണമാണ്. നമ്മുടെ ഹജ്ജിന്റെ വിഷയം പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ പ്രധാനമായി ഉയർന്നൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്താണ് ഈ ഹജ്ജ്? ഹജ്ജിന്റെ പിറകിലെ താല്പര്യം എന്താണ്? എന്തിനാണ് ഈ ഹജ്ജ്? വളരെ എക്സ്പെൻസീവായ ഒരു അമലാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്നുള്ളത്. ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഹജ്ജിന് പോയി, ഈ കേരളത്തിൻ്റെ ഒരാൾ ഹജ്ജിന് പോയി മടങ്ങി വരണമെങ്കിൽ ഇപ്പൊ പല റേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് 8 ലക്ഷം രൂപ വരെ ഏകദേശം ആവുന്ന ഒരു 8-10 ലക്ഷം രൂപ വരെ, 5 മുതൽ തുടങ്ങി 10 ലക്ഷം രൂപ വരെ ചെലവ് വരാവുന്ന വലിയൊരു അമലായി മാറിയിട്ടുണ്ട് ഹജ്ജ്. അപ്പൊ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു മനുഷ്യൻ മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നാൽ മാനവ സമൂഹത്തിന് അതിന് എന്ത് നന്മയുണ്ട്, എന്ത് നേട്ടമുണ്ട്? ഇതൊന്നും ഒഴിവാക്കിക്കൂടെ? ഇത്രയും പണം എത്രയോ വിവാഹങ്ങൾ നടക്കുമായിരുന്നു, എത്രയോ മനുഷ്യന്റെ പട്ടിണി മാറുമായിരുന്നു, എത്രയോ മനുഷ്യന്റെ രോഗങ്ങൾക്ക് ശുഭപ്പെടുത്താൻ കഴിയുമായിരുന്നു. അതിനൊന്നും ചിലവഴിക്കാതെ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് അവിടെ വരെ പോയിട്ട് അവിടെ ഒരു കറുത്ത കെട്ടിടത്തിന് മുമ്പിൽ ചുറ്റും കറങ്ങി നടന്നിട്ട് മടങ്ങി വന്നാൽ അള്ളാഹുവിന് എന്ത് കിട്ടുന്നു, ഈ മുസ്ലിമിന് എന്ത് കിട്ടുന്നു എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല ഈ ഹജ്ജിന്റെ പിറകിൽ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്ത് വിശ്വാസികൾ പുലർത്തുന്ന ഒരു ബിംബാരാധനയല്ലേ? അതും ഒരു ബിംബാരാധനയല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു കറുത്ത കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു കറുത്ത കല്ല്, തൊട്ടു ചുംബിക്കുന്ന കറുത്ത കല്ല്, കഅബയുടെ കോണിലിരിക്കുന്ന കറുത്ത ഹജറുൽ അസ്വദ് എന്ന കല്ല്, ആ കല്ലിനെ നിങ്ങൾ പ്രതിഷ്ഠയായി ആരാധിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവർ ഇസ്ലാം വിമർശകർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ കറുത്ത കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള വെറും ഒരു ചതുര കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് പോയിട്ട് അതിനെയാണല്ലോ നിങ്ങൾ എല്ലാ നമസ്കാരത്തിലും അഭിമുഖീകരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഒരു വിധത്തിൽ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നവരല്ലേ? കഅബ എന്നുള്ളത് ഒരു പ്രതിഷ്ഠ തന്നെയല്ലേ എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു വിധത്തിൽ 2 ചോദ്യമാണുള്ളത്. ഒന്ന്, ഇവിടെ ഒരു ബിംബാരാധനയല്ലേ നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്, ഇത്രയും ചെലവാക്കിയിട്ട് ഒരു മനുഷ്യൻ അവിടെ പോയി കറങ്ങി വന്നാൽ എന്താണ് മാനവ സമൂഹത്തിനുള്ള സന്ദേശം? അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ആത്മീയമായി കിട്ടുന്ന നേട്ടം? അതിന്റെ പിറകിലെ താല്പര്യം എന്താണ്? ഇത് നിർബന്ധമാക്കിയതിന്റെ റബ്ബിന്റെ ലക്ഷ്യം എന്താണെന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഈ 2 കാര്യങ്ങൾക്ക് മറുപടി നമുക്ക് പറയാൻ കഴിയും കുറേയൊക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും അമലുകളുടെ വിഷയത്തിൽ ചോദ്യമില്ല എന്നുള്ളതാണ് ഈ ഹദീസ് പോലും പഠിപ്പിക്കുന്നത്. ഈമാന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. അള്ളാഹുൽ വിശ്വസിക്കണോ? ആ വിശ്വാസം നിങ്ങൾക്ക് അതിലേക്ക് എത്തണമോ? അന്വേഷിക്കണം. അത് ഖുർആൻ ആവർത്തി നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ചിന്തിക്കുക മനുഷ്യരെ. വെറുതെ അങ്ങ് വാപ്പയും ഉമ്മയും പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം ആവുന്നതിൽ കാര്യമില്ല. വാപ്പായും ഉമ്മായും മുസ്ലിമാണ്, ഞാൻ ജനിച്ചപ്പോൾ സ്കൂളിൽ ചേർത്തതും മുസ്ലിമായിട്ടാണ്, എന്റെ ജനന സർട്ടിഫിക്കറ്റിലും എന്റെ മതം എന്നുള്ള റിലീജിയൻ ഇസ്ലാമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ മുസ്ലിമായി ജീവിക്കുന്നു എന്നതാണോ ഇസ്ലാം? അതല്ലല്ലോ. ഓരോ മനുഷ്യനെയും അള്ളാഹു വെവ്വേറെ സൃഷ്ടിച്ചിരിക്കുന്നു. ആരുടെയും അടിമകളല്ല. ബന്ധങ്ങളും ബന്ധുത്വവും ഒക്കെ ഉള്ളപ്പോൾ അത് കടപ്പാടുകൾ നിങ്ങൾക്കിടയിൽ സന്നിവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യരെ ആദർശ വിഷയത്തിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ഏതൊരു മനുഷ്യനും അതുകൊണ്ടാണ് യഹൂദി കുടുംബത്തിൽ ജനിച്ചാലും നസ്രാനി കുടുംബത്തിൽ ജനിച്ചാലും ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചാലും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. പടച്ചവനെ കുറിച്ചുള്ള അറിവുകൾ, സന്ദേശങ്ങൾ, മെസ്സേജുകൾ അവർക്ക് എത്തിയിട്ട് എന്തുകൊണ്ട് ചിന്തിച്ചില്ല, എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? അതാ ചോദ്യം. പാരമ്പര്യമായി ഞാൻ ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആ മതത്തിൽ ജീവിച്ചു പോയി എന്ന് ന്യായം പറയാൻ കഴിയില്ല ഒരു മനുഷ്യനും പടച്ചവന്റെ മുമ്പിൽ.
ആദർശം എന്നുള്ളത് ചിന്തനീയമാണ്. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഈ പ്രപഞ്ചത്തിലൂടെ ഇതിന്റെ ഓരോന്നും ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഓരോന്നും അള്ളാഹുവിന്റെ അസ്തിത്വവും ഏകത്വവും പഠിപ്പിക്കുന്നു. സ്വർഗ്ഗനരകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണമെങ്കിൽ അതാണ് ദുനിയാവുള്ളത്. ഈ ദുനിയാവിനെ കുറിച്ച് ആലോചിക്കുക. ദുനിയാവിൽ ഇല്ലാത്തതൊന്നും സ്വർഗത്തിലും നരകത്തിലും ഇല്ല. പക്ഷെ അതിന്റെ വ്യാപ്തിയും ശക്തിയും കൂടും. ഇങ്ങനെ ഒരു ദുനിയാവിനെ പടച്ചവന് ഇതുപോലൊരു മറുലോകമുണ്ടാക്കൽ പ്രയാസമുണ്ടോ? അതിന് ഓരോന്നിലും, ഓരോ വിഷയത്തിലും വിശ്വസിക്കാൻ പറഞ്ഞ ഏതൊരു കാര്യത്തിലും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാകട്ടെ, അള്ളാഹുവിന്റെ മലക്കുകളാകട്ടെ, അള്ളാഹുവിന്റെ വേദങ്ങളുടെ വിഷയത്തിലാകട്ടെ, ഏതൊരു വിഷയത്തിലും സ്വർഗമോ നരകമോ ബർസഹോ അങ്ങനെ ഓരോന്നിന്റെ വിഷയത്തിലും നിങ്ങൾക്ക് ചിന്തിക്കാം, അന്വേഷിക്കാം. മനുഷ്യന്റെ ഭൗതികമായ ചിന്താഗതികൾക്ക് തൃപ്തിയാകുന്ന മറുപടി പറയാൻ ഇവിടെ ഖുർആനുണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാവുന്ന കാര്യങ്ങളെ ഉള്ള ലിഖിതവും അലിഖിതവുമായ ആയാത്തുകൾ കൊണ്ട് നിങ്ങളെപ്പോലും അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരം പോലും നിങ്ങൾക്ക് ഏറ്റവും വലിയ അധ്യാപനമാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നവന് ദൈവത്തെ കാണാൻ കഴിയും. ഈ ശരീരത്തെ മനസ്സിലാക്കിയവന് പരലോകത്തെ ഉൾക്കൊള്ളാൻ കഴിയും. ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. ഈമാനികമായ വിഷയങ്ങൾ അന്വേഷിക്കാം അങ്ങേയറ്റം വരെ, അവസാനം വരെയും ചിന്തിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് നീ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അവിടെ ആദർശം. അങ്ങനെ പറഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് കടാര അവന്റെ കഴുത്തിൽ വീണാലും ഈ ആദർശം വിടില്ല. പക്ഷെ നമ്മളങ്ങും അങ്ങനെ പറഞ്ഞവരല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്ത് വരുന്ന വിശ്വാസികൾ പുലർത്തുന്ന തീവ്രതയുണ്ടല്ലോ, ആത്മാർത്ഥതയുണ്ടല്ലോ ഈ ആദർശത്തിന്റെ വിഷയത്തിൽ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കുന്ന വിലയുണ്ടല്ലോ. പക്ഷെ പാരമ്പര്യ മുസ്ലിമിന് ആ വില ഉണ്ടാവില്ല. പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക് ഈ വിലയില്ലാതെ പോയത് എന്തുകൊണ്ട് അറിയുമോ? നമുക്കിത് പാരമ്പര്യമായി കിട്ടിയത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ലോകത്തെ ഏറ്റവും വലിയ സത്യം തിരിച്ചറിഞ്ഞു വന്നവരല്ലേ നമ്മൾ ആരും. അത് ചിന്തിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അനുസരണം മാത്രം. പിന്നെ അള്ളാഹു പറയും, നിങ്ങൾ അനുസരിക്കും. പിന്നെ ചോദ്യമില്ല. നിസ്കരിക്കാൻ പറയാണ് അള്ളാഹു 5 നേരം നിസ്കരിക്കാൻ. എന്തിനാ ഞാൻ 5 നേരം നിസ്കരിക്കുന്നത്? എന്തിനാ അള്ളാഹുവെ ഞാൻ 5 നേരം നിസ്കരിക്കുന്നത്? 5 നേരം ഞാൻ ഈ സുജൂദിൽ കിടന്നതുകൊണ്ട് നിനക്ക് ഇപ്പം എന്ത് കിട്ടാനാണ്? ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അവിടെ യുക്തി എടുക്കില്ല. അവിടെ യുക്തി അമലുകളുടെ വിഷയത്തിൽ യുക്തിയല്ല, അനുസരണമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ, ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ തന്നെ, എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത്, എന്നെ ഏറ്റവും നന്നായി വിശ്വസിക്കുന്ന ഒരാള് എന്നോട് ഒരു ആവശ്യം പറയുകയാണെങ്കിൽ ഒരു ഘട്ടത്തിലെ ആളെ പറയണം എന്നെ അടുത്ത് പോയാൽ മതി, ഇന്ന ആളെ പോയി കാണുക എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഞാൻ കണ്ടാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് അവൻ ചോദിക്കുന്നെങ്കിൽ എന്റെ വിഷയത്തിൽ വിശ്വാസക്കുറവുകൊണ്ടാണ്. യഥാർത്ഥമായ ഒരു സുഹൃത്ത്, അത്രയും ആത്മാർത്ഥതയുള്ള വിശ്വാസമുള്ള പരസ്പര ബന്ധങ്ങൾ ഇന്ന് വരെയും പരസ്പരം വിശ്വസിച്ച് പോകുന്ന 2 സുഹൃത്തുക്കൾക്കിടയിൽ ഞാൻ പറയുന്ന ഒരു സുഹൃത്തിന്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നീ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കില്ല എന്തിന് പോകണം, പോയാൽ എങ്ങനെ കാര്യം നടക്കുമെന്ന് ചോദിക്കാറില്ല. കാരണം അവനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്നു. ഞാൻ അനാവശ്യമായി അവനെ വഞ്ചിക്കില്ല. അവൻ ഇന്നടുത്ത് പോകാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോകും. അവിടെ പോയി അവൻ്റെ കാര്യം നടക്കും. കാരണം കൃത്യമായി അവൻ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ പടച്ചവന്റെ വിഷയത്തിൽ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിലും ചോദ്യം പാടില്ല. നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്തിനു ഞാൻ നോമ്പെടുക്കണം, അള്ളാഹു എന്തിനു ഞാൻ നമസ്കരിക്കണം, എന്തിനു ഞാൻ സക്കാത്ത് കൊടുക്കണം, എന്തിനു ഞാൻ ഹജ്ജ് ചെയ്യണം, ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അനുസരണമാണ് വേണ്ടത്. സമയന വാതഅന എന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗം അസ്ലിം, അനുസരിക്കു ഇബ്രാഹിമെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവേ അസ്ലംതു, ഞാനത് അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം. അതുപോലെയാണ് നമ്മൾ ഈ വിഷയത്തിൽ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ കുറെ ഉത്തരങ്ങൾ ഓരോന്നിലുമുണ്ട്. നമസ്കാരം 5 നേരം കൃത്യമായ ഇടവേളകളിൽ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ സമയം നിശ്ചയിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പറയുന്നു. നമസ്കാരത്തിന് കായികമായ ചില പ്രവർത്തനങ്ങൾ ഏർപ്പാടാക്കുന്നു. അതിൽ കുറെ ചിന്തകളും ദിക്റുകളും കൊണ്ടുവരുന്നു. അതിൽ കുറെ വാക്കുകളും വർത്തമാനങ്ങളും കൊണ്ടുവരുന്നു. എല്ലാം കൂടി ആകത്തുക നോക്കുമ്പോൾ അതിൽ വലിയ കാര്യമുണ്ട്. അതിന്റെ സമയക്രമീകരണം, അതിൽ വലിയ മെസ്സേജ് ഉണ്ട്. അത് ഗുണകരമാണ് നമുക്ക്. അതിന്റെ സമയക്രമീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് നമസ്കാരത്തിനകത്തുള്ള നമ്മുടെ ഏകാഗ്രത, ഒരു മെഡിറ്റേഷൻ ആണത്. മനുഷ്യന്റെ മനസ്സുകളെ ശാന്തമാക്കാൻ, താളം തെറ്റിപ്പോകുന്ന ഹൃദയങ്ങളെ താളം തിരിച്ചു കൊണ്ടുവരാനും ശാന്തമാക്കാൻ നമസ്കാരം ഉപയോഗപ്പെടുന്നുണ്ട്. അതുപോലെ അവന്റെ ഫിസിക്കലി അവന്റെ ശരീരത്തിനുണ്ടാകുന്ന ആയാസം, ഒരു തരത്തിൽ ഈ ഒരു യോഗാസനം പോലെ ചില ആസനമുറകൾ കൂടിയാണ് നമസ്കാരത്തിലുള്ളത്. പക്ഷെ ഇതെല്ലാം അതിന്റെ നേട്ടങ്ങളായി നമുക്ക് പുറത്തുനിന്ന് നോക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനു വേണ്ടിയാണോ? അല്ല. നമസ്കാരം ഇതിനു വേണ്ടിയല്ല. നിങ്ങൾ അനുസരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ തഖ്വയുള്ളവരാണെന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അതിനുവേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടത്. പക്ഷെ നേട്ടങ്ങൾ കാണാൻ കഴിയും നമുക്ക് ഓരോന്നിലും. സക്കാത്തിൽ കാണാൻ കഴിയും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമൂഹത്തിന്റെ പട്ടിണി അകറ്റാൻ സക്കാത്തിനെ പോലെ വിജയകരമായി നടപ്പിലാക്കിയ ഒരു സാമ്പത്തിക പദ്ധതിയും ലോകത്ത് വന്നിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ സക്കാത്തിന്റെ സിസ്റ്റം എന്നുള്ളത്. പക്ഷേ നമ്മളത് ചെയ്തത് ലോകത്ത് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി മാത്രമല്ലല്ലോ, അള്ളാഹുവിനനുസരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ധനത്തിൽ നിന്ന് അള്ളാഹു
അള്ളാഹു പറഞ്ഞ അവകാശികൾക്ക് കൊടുത്തിട്ട് റബ്ബിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. യൂഫൂന ബിൻ നദർ, നേർച്ചകളും വഴിപാടുകളും ഒക്കെ പൂർത്തീകരിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചോളം എന്തിനാ? അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത. അള്ളാഹുവേ, നേർച്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ, സക്കാത്താകട്ടെ, നമ്മൾ കൊടുത്ത ഓരോന്നും അള്ളാഹു നിനക്ക് വേണ്ടിയാണെന്ന വിശ്വാസികൾ പറയേണ്ടത്. അതായിരിക്കണം വിശ്വാസിയുടെ പ്രവർത്തനത്തിന്റെ കാതൽ. ആ സക്കാത്തിന്റെ വിഷയത്തിലും നോമ്പിന്റെ വിഷയത്തിലും ഒക്കെ അത് തന്നെയാണ്. എല്ലായിടത്തും കുറെ യുക്തികൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഹജ്ജ് എന്നത് ലോകത്ത് വെക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഹജ്ജ് എന്നുള്ളത് ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് മാനവികതയാണ്. ലോകത്ത് രണ്ട് കാര്യങ്ങളാണ് വലിയ മുഴപ്പിച്ച് പ്രവാചകന്മാർ പറഞ്ഞു പോയത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന് ദൈവത്തിന്റെ ഏകത്വമാണ്, രണ്ടാമത് മനുഷ്യന്റെ ഏകീയതയാണ്. മനുഷ്യരെല്ലാവരും ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണെന്ന അധ്യാപനം. ഈ രണ്ട് കാര്യങ്ങളാണ് അല്പം കടുപ്പം കൂട്ടി പ്രവാചകന്മാർ പറഞ്ഞു പോയത്. ഇത് രണ്ടും സ്ഥാപിച്ചാൽ ബാക്കി നന്മകൾ വന്നോളും, വന്നോളും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ലോകത്ത് നിന്ന് വിഭാഗീയതയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പണത്തിന് കണക്കില്ല. ഈ ലോകത്ത് വിഭാഗീയത രാജ്യങ്ങളായ മനുഷ്യർ തിരിഞ്ഞിട്ടില്ലേ? രാജ്യങ്ങളായി പണ്ട് കാലങ്ങൾ വേറെയാണ്, ഗോത്രങ്ങളായാണ് മനുഷ്യർ കൂടുതൽ ഡിവൈഡ് ചെയ്ത് നിന്നത്. പണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര കോടതികളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര യൂണിയനുകളോ ഒന്നുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെ പോലെ 10 പേരെ കൂട്ടാൻ കഴിഞ്ഞാൽ അവൻ ആയുധമെടുത്ത് അടുത്ത പ്രദേശത്ത് യുദ്ധത്തിന് പോയി ആ പ്രദേശം കൂടി അധികാരത്തിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കീറിയും അടിച്ചും യുദ്ധം ചെയ്ത് നടന്ന ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഗോത്രങ്ങൾ തമ്മിൽ അടിച്ച് കടന്നുപോയ കാലഘട്ടങ്ങളുണ്ട്. പക്ഷെ ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേക ഭരണഘടനയുണ്ട്, അവിടെ ഭരണകൂടങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട്. ആ രാജ്യത്തിന് വേണ്ടിയിട്ട് കാവൽ നിൽക്കാൻ കാവൽക്കാരായ പട്ടാള സമൂഹമുണ്ട്. ഏത് രാജ്യങ്ങൾക്ക് വേണ്ടി വന്നാൽ യുദ്ധത്തിന് ഏർപ്പെടാറുണ്ട്. ഇതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പൊ ഇന്ത്യക്കാരൻ എന്ന ചിന്താഗതി സമൂഹത്തിന് വരുന്നുണ്ട്, പാകിസ്ഥാനികൾ എന്ന ചിന്താഗതി പാക്കികൾക്ക് വരുന്നുണ്ട്, അഫ്ഗാനികൾ എന്ന ഒരു ദേശീയ ചിന്താഗതി എന്നുള്ളത് എല്ലാ രാജ്യത്തുള്ളവർക്കും വരും. മനുഷ്യനാണെങ്കിലും കൂട്ടം കൂടി ജീവിക്കുമ്പോൾ ഒരു വംശീയ ചിന്താഗതി എപ്പോഴും കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നവനുമാണ്. ഇപ്പൊ നമ്മൾ ഏത് പ്രദേശമായിട്ട്, ഇനി ഇന്ത്യ പാക്കിക്കും വേണ്ട, കമലേശ്വരം 2 ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം എന്ന് പറയും, പള്ളിത്തെരുവും അല്ലെങ്കിൽ വേറൊരു തെരുവും പറയും. 2 തെരുവ് പറഞ്ഞാല് ഒരു പ്രശ്നം വരുമ്പോൾ 2 ചേരിയായി മാറണം. 2 ചേരിയാണ് നമ്മൾ ഈ ഏരിയ. അത് മണക്കാട് ഏരിയ ആണ്, അല്ലെങ്കിൽ കമലേശ്വര ഏരിയ ആണ്. ഇപ്പൊ 2 ഏരിയയിലെ ആൾക്കാർ 2 ഏരിയക്കാരായി മാറുന്ന ഒരു ചിന്താഗതി ഉണ്ട്. നമ്മുടെ നാട്ടിന്റെ സ്റ്റേറ്റ് ബേസ് ചെയ്ത് നോക്കിയാൽ, ഇപ്പോൾ ജില്ല ബേസ് ചെയ്ത് തെക്കന്മാരോട് വടക്കന്മാർക്കൊരു താല്പര്യക്കുറവുണ്ട്, വടക്കന്മാരോട് തെക്കന്മാർക്കൊരു താല്പര്യക്കുറവുണ്ട്. എന്താണ്? നമ്മൾ തെക്ക് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ജനിച്ചതാണ്. നമ്മൾ ഓരോ മനുഷ്യനെയും അള്ളാഹു എവിടെ ജനിപ്പിക്കുന്നു, അവൻ അവിടെ ജീവിച്ച് വളർന്നു വരുന്നു. അപ്പൊ തെക്കനോട് ഒരു മുൻവിധിയോടെ തെക്കൻ എന്നാൽ എന്ത് കുഴപ്പക്കാരനാണ് എന്ന് വടക്കുള്ള കുറെ ആൾക്കാർ കണക്കാക്കി വെക്കുക. അപ്പൊ ഈ നല്ല അഡ്വാൻസ് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ആൾക്കാർ നിൽക്കുന്നത്. പിന്നെ തമിഴന്മാരോട്, തമിഴ്നാട്ടിലേക്ക് കടന്നാൽ അത് വേറെ എന്ത് ചെയ്യുക, അത് വേറെ പ്രദേശമാണ്, അവർ അണ്ണാച്ചിമാരെന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ വില കുറഞ്ഞവരായി കാണുന്ന അഭിമാനികളായ മലയാളികൾ. ചതിയന്മാരും വഞ്ചകരും പറ്റിപ്പുകാരുമാണ്. ലോകത്തെ ഏറ്റവും വലിയ വിദഗ്ധമായി വഞ്ചിക്കാൻ കഴിയുന്ന സമർത്ഥന്മാരാണ് കേരളക്കാരും മലയാളികൾ നമ്പല്ലേ എന്ന് തമിഴന്മാർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുൻവിധിയോടെ പെരുമാറുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. ആ ചിന്താഗതി എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? അന്യസംസ്ഥാനത്ത് പണിയെടുക്കാൻ വരുന്നവനെല്ലാം വില കുറഞ്ഞ ചണ്ടികളായ ബംഗാളി. അതാരെ പഠിപ്പിച്ചു നമ്മളെ? അന്യസംസ്ഥാനത്ത് ആര് പണിക്ക് വന്നാലും അവന്റെ കുടുംബം പോറ്റാൻ വേണ്ടി, ജോലി എടുക്കാൻ വേണ്ടി വരുന്ന എല്ലാ മനുഷ്യനെയും ഒറ്റ വാക്കിൽ ബംഗാളിൽ നിന്ന് വന്നവനെ ബംഗാളി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ ബംഗാളിയാന്ന്. നമ്മുടെ റേഞ്ചിലില്ല എന്നാ പറയുന്നത്. ആരെ റേഞ്ച് നിശ്ചയിക്കുന്നത്? ആരുടെ മഹത്വം നിശ്ചയിക്കുന്നത്? ഇവിടെ മലയാളം പറഞ്ഞവനൊക്കെ മണ്ണിൽ ഏറ്റവും മഹാനാണെന്ന് ആരാ നമ്മൾ പഠിപ്പിച്ചത്? മലയാളികൾക്ക് മഹത്വമുണ്ട്, തമിഴനും ബംഗാളിക്കും അതില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? ലോകത്തെ ഉന്നതമായ ഭാഷ അറബ്. അള്ളാഹു സംസാരിക്കാൻ വേണ്ടി ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഭാഷ അറബ്. ആ അറബ് നാട്ടിൽ നിന്ന് റസൂൽ പറഞ്ഞാണ് ലഫ്ള് ലിൽ അറബിയ്യിൻ വല അജ്മി എന്ന്. അറബി സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മഹത്വമുണ്ടെന്ന് കണക്കാക്കല്ലേ എന്ന്. ബംഗാളിയും ഉറുദുക്കാരനും മലയാളിയും തമിഴനും ഒക്കെ നിങ്ങളെക്കാൾ മഹത്വമുള്ളവരായി മാറും ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശം. അതാണ് ഹജ്ജിനും പറയാനുള്ളത്. ലോകത്ത് വന്നിട്ടുള്ള വംശീയയുടെ വേരറുക്കുക എന്നുള്ളത്. ലോകത്ത് ചേരിതിരിഞ്ഞ് മനുഷ്യൻ തമിഴനായും മലയാളിയായും ഇന്ത്യക്കാരനായും പാകിസ്ഥാൻകാരനായും അമേരിക്കനായും വെളുത്തവനായും കറുത്തവനായും ജീവിക്കുന്നിടത്ത് ലോകത്ത് വർഷാവർഷം മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി ഹജ്ജ് കടന്നു വന്നു. അല്ല, ഇതൊന്നുമല്ല. കറുത്തവനും വെളുത്തവനും ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും സൗദി അറേബ്യക്കാരനും അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും ഒന്നാണ്. ഇന്ന റബ്ബക്കും വാഹിദ് വഇന്ന അബാക്കും വാഹിദ് എന്ന്. ഞങ്ങളെല്ലാവരും ഒരു അച്ഛന്റെ മക്കളാണ് എന്ന്. ഈ ലോകത്ത് ഏറ്റവും വലിയ വിവേചനം, ഇന്നും നടക്കുന്ന സംഘർഷങ്ങളുടെ കാര്യം എന്താണ്? എന്നും ഇവിടെ നടക്കുന്ന സംഘർഷങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം വലിയ വികസിത രാജ്യങ്ങളിൽ പോലും
ബ്ലാക്സിനെ അന്യായമായി ആക്രമിക്കുമ്പോൾ അമേരിക്കയിൽ കൺവെർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട് മുസ്ലിങ്ങൾ. ഇസ്ലാമിലേക്ക് വരുന്നതിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും കറുത്തവർക്കാരായ എന്തുകൊണ്ട് വർണ്ണത്തിന്റെ വിവേചനം, കറുത്തവനായി പോയതിന്റെ വിവേചനം, അവർക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ പോലും അവർക്ക് കിട്ടാവുന്ന ഒരു അപഗണന, നിന്ദകൾ സഹിക്കവയ്യാതെ, സമൂഹത്തിൽ നിന്നുള്ള അവരുടെ അപഗണനകളും ഉച്ചനീചത്വങ്ങളും സഹിക്കവയ്യാതെ ഇസ്ലാമിലേക്ക് വരികയാണ്. അതേ നാട്ടിൽ വെളുത്ത വെള്ളക്കാരനും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഖുർആന്റെ അധ്യാപനങ്ങൾ മുമ്പിൽ ഞെട്ടി നിർത്തെ അത്ഭുതം കൂറിയിട്ട് ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ലോകത്തെ ഹോളിവുഡ് സിനിമാ നടന്മാർക്ക് പോലും സമാധാനം മനസ്സിൽ ഇട്ട് വീഴണമെങ്കിൽ ഖുർആന്റെ മനോഹരമായ വാചകങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്നുള്ള സാഹചര്യമുള്ളപ്പോ വെള്ളക്കാരനും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ വെള്ളക്കാരനും കറുത്തവനും ഇന്നലെ വരെ പരസ്പര വൈരാഗികളായി കഴിഞ്ഞവനെ മക്കയിലേക്ക് വിളിച്ചിട്ട് വർഷാവർഷം ഹജ്ജ് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നിങ്ങൾ രണ്ടും ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണെന്ന്. സരോജിനി നായിഡു ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണറും ഇന്ത്യയുടെ വാനമ്പാടി മുരുക്കുവനിത എന്നറിയപ്പെടുന്ന സ്ത്രീയാണ്. അവർ ലോകത്ത് പറഞ്ഞു വെച്ച ഒരു വിപ്ലവമായ ഇസ്ലാമിന്റെ ഒരു സന്ദേശമുണ്ട്. ലോകത്ത് ഇസ്ലാമിനെ പോലെ മാനവികത പറഞ്ഞ ഒരു മതവും കടന്നു പോയിട്ടില്ല. 5 നേരം നമസ്കരിക്കുമ്പോഴും വർഷാവർഷം ഹജ്ജ് ചെയ്യുമ്പോഴും ഇസ്ലാമിന്റെ മാനവികതയുടെ സന്ദേശം അതിന്റെ മൂർധന്യതയിലെത്തുന്നത് ഞാൻ നോക്കിക്കാണുന്നുണ്ട് എന്ന്. ലോകത്ത് അത്രയും മനോഹരമായി മനുഷ്യൻ എല്ലാവരും ഒന്നാണെന്ന് പഠിപ്പിച്ച മതമില്ല. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹജ്ജ് എന്നുള്ളത്. ഹജ്ജ് അതിനു വേണ്ടിയാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാക്കണം. അതല്ല ലക്ഷ്യമെന്നുള്ളത്. പക്ഷെ നേട്ടം പറയുമ്പോൾ ഇതും പറയാനുണ്ട്. കോടിക്കണക്കിന് രൂപയുണ്ട് ശമ്പളമായിട്ട് ഓരോ രാജ്യങ്ങളെയും അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്ക്. കോടിക്കണക്കിന് രൂപ സമ്പാദ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട്, ആ ഒരു സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ജനങ്ങളോ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുകയാണ്. ഈ വിദ്വേഷം അകറ്റിയെടുക്കണം. നമ്മുടെ നാട്ടിൽ പോലും ഇന്നും വലിയ പരിഷ്കാരികളായി സാക്ഷരതയിൽ സമ്പൂർണ്ണരാണ്, ഇവിടെ എങ്ങും ഇനി ജാതീയത എങ്ങും ഇല്ല എന്ന് പറയുന്ന നാട്ടിൽ പോലും വേടൻ ഏത് പാട്ട് പാടണമെന്ന്, റാപ്പ് പാടാൻ ഇവനെന്ത് അർഹതയുള്ളതെന്ന്, റാപ്പങ്ങും പാടണം നീ അല്ലേ, നാടോടി പാട്ടും പാടിയാ മതി, നീ ഏതെങ്കിലും ആദിവാസികളുടെ പാട്ട് പാടിയാ മതി എന്ന് തിട്ടൂരം കെട്ടുന്ന സവർണ മനോഭാവമുള്ളവർ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഇന്നും അവശേഷിക്കുമ്പോൾ സവർണ ചിന്താഗതികൾ ഇവിടെയുള്ള അവർണ വിഭാഗത്തിന് മേൽ എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും ഒരു ആധിപത്യം പുലർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുമ്പോൾ, അവർക്ക് അവകാശങ്ങളും അഭിമാനവും നിഷേധിക്കുമ്പോൾ, ഇതില്ല എന്ന് പഠിപ്പിക്കാൻ ഇസ്ലാമെ അവശേഷിക്കുന്നുള്ളൂ. ഇതില്ല എന്ന് പറയുന്നത് ഇപ്പൊ വേടന്റെ പരിപാടി നമ്മൾ റാപ്പ് സംഗീതത്തെ അനുകൂലിച്ചു പറയുന്നതല്ല, ജാതീയതക്കെതിരെയാണ്. ഇവിടെ ജാതീയതക്കെതിരെ ജനിച്ചു പോയതിന്റെ പേരിൽ ആദിവാസി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ദളിത് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു മനുഷ്യനെ നായയുടെ വില പോലും കൊടുക്കാതെ താഴ്ത്തിക്കെട്ടുന്ന സവർണ മനോഭാവത്തിനെതിരെയുള്ള വിപ്ലവ പ്രഖ്യാപനമാണ് വർഷാവർഷം ഹജ്ജിന്റെ ആഹ്വാനം എന്നുള്ളത്. അതില്ലാന്ന് നാളെ ഈ ദളിത് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് നാളെ അവൻ ഹജ്ജിന് പോയാല് ആ ഹജ്ജില് അവൻ ലോകത്ത് നിന്ന് വന്നാൽ സൗദി രാജാവിനോട് തോൾ ചേർന്ന് നടന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ ഇസ്ലാം തടയാനും പോകുന്നില്ല. ഒരു ദളിതൻ ഇസ്ലാമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനകത്ത് മുൻവിധിയൊന്നുമില്ല. ഏത് ജാതിക്കാരനും തുറന്നിട്ടിരിക്കുകയാണ്. ഏത് കറുത്തവനും വെളുത്തവനും ഇവിടെ കയറി വരാം. ഇതിനകത്ത് കയറി വന്ന് ഈ ആദർശം ഉൾക്കൊണ്ട് ഒന്നാം സഫിൽ കാമത്ത് കൊടുക്കുമ്പോൾ ദളിതനാണ്, നീ ബേക്കിപ്പോയിന്നില്ല, നീ ഇപ്പൊ പുതിയ ഇസ്ലാമാണ് ബേക്കിപ്പോയി പറയില്ല. ഇവിടെ ഒന്നാം സഫിൽ അവൻ കയറി നിന്നാൽ അവൻ നിൽക്കും. നന്നായി പഠിച്ച ആലിമായി ബിരുദമെടുത്തവൻ പുറത്തു വന്നിട്ട് ഇമാമായി പള്ളിയിൽ നിന്ന് നമ്മൾ പുറകെ നിസ്കരിക്കും. അങ്ങനെ ഇവിടെ ആർക്കും പാരമ്പര്യമായിട്ട് എഴുതി കൊടുത്തിട്ടില്ല. പാണ്ഡിത്യമുള്ളത് ഹാഫിളാവാനുള്ള കഴിവും ആലിമാവാനുള്ള കഴിവും ഈ സഫിന്റെ ഒന്നാം സഫിലെങ്ങും ആർക്കും ഒരു പ്രിവിലേജും ഇല്ലാത്തൊരു മതം, അതാണ് ഇസ്ലാം. ലോകത്ത് മനുഷ്യനൊന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മതമാണ് ഇസ്ലാം. അത് വർഷാവർഷം ഏറ്റവും മനോഹരമായി ആഗോളതലത്തിൽ വിശ്വാസികളെ ക്രിയാത്മകമായി രചനാത്മകമായി പഠിപ്പിക്കുന്ന അധ്യാപന കളരി കൂടിയാണ് ഹജ്ജ് എന്നുള്ളത്. അതിനുവേണ്ടി അല്പം പൈസ ചിലവാക്കാം. അതിനു വേണ്ടിയാണെങ്കിൽ പോലും അല്പം പൈസ ചിലവാക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അത് ചിലവാക്കുന്നത് ഇതിനു വേണ്ടിയാണോ? അല്ല, അള്ളാഹുവിനനുസരിക്കാൻ വേണ്ടി. നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്ന ഓരോ നാണയങ്ങളും, ഇതിനു വേണ്ടി ചിലവാക്കുന്ന ഓരോ അധ്വാനങ്ങളും, ഓരോ ശ്രമങ്ങളും അള്ളാഹുവിനുള്ള അനുസരണ ഭാഗമാകണം. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നത്, ഒരു വിമർശനം വരുന്നത് കഅബയെയും ഹജറുൽ അസ്വദിനെയൊക്കെ ആരാധിക്കുന്നു എന്ന നിലയിലാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അവിടെ നമ്മൾ ആ നാട്ടിൽ പോകുമ്പോൾ എന്തിനവിടെ പോകുന്നു എന്ന്, ആ സ്ഥലത്ത് തന്നെ പോകണമല്ലോ നമ്മൾ സമ്മേളിക്കാൻ. അതിനൊരു പവിത്രതയുണ്ട്, അതിന് ചരിത്രപരമായ ചില പ്രാധാന്യങ്ങളുണ്ട്. മഹത്തായ മക്ക എന്ന ഉമ്മുൽ ഖുറ എന്ന ഒരുപാട് സവിശേഷ നാമങ്ങളുള്ള മനോഹരമായ ആ താഴ്വരയിൽ അള്ളാഹു സ്ഥാപിച്ച കഅബയാണ് ലോകത്തെ ആദ്യത്തെ അള്ളാഹുവിനെ ആരാധിക്കപ്പെട്ട ഭവനം. ആ ഭവനത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു താല്പര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ നമസ്കരിക്കുന്ന മനുഷ്യനും ആ കഅബയിലേക്ക് തിരിയാൻ അല്ലാഹു ആവശ്യപ്പെടുന്നു. ആ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ ഒരു സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന ആ നക്ഷത്രങ്ങളെ പോലെ, ഒരു ഗാലക്സിയുടെ സംവിധാനം പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ നിർത്തിയിട്ട് ലോകത്ത് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്.
ഈ ലോകത്തുനിന്ന് കടന്നില്ലെന്ന ആൾക്കാരെല്ലാം അവിടെ തവാഫ് ചെയ്യുമ്പോൾ ലോകത്തെല്ലാ ഭാഗത്തു നിന്നുള്ള വിശ്വാസികളും ഓരോ നേരം ഒരു ഇടത്ത് ജമാഅത്ത് കഴിയുമ്പോൾ അടുത്തടുത്ത ജമാഅത്ത് തുടങ്ങണം. ഓരോ നാട്ടിലും നിസ്കാര സമയം വ്യത്യസ്തമാണ്. ലോകത്ത് സദാ സമയവും 24 മണിക്കൂറും കഅബാലയത്തിന് ചുറ്റും നക്ഷത്രങ്ങൾ വലയം വെക്കുന്നത് പോലെ ഒരു സൗരയൂഥത്തിൽ എന്ന പോലെ കഅബയെ നടുക്കാക്കി ലോകത്തിന് നാനാദിക്കുകളിൽ നിന്നുള്ള മനുഷ്യരെല്ലാവരും അതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ അല്ലാഹു നടത്തുന്നുണ്ട് ഈ നമസ്കാരം അതിനെ കിബിലയാക്കിയതിലൂടെ. ആ കിബിലയുടെ നാട്ടിലേക്കൊരു യാത്ര, ആ പുണ്യഭൂമിയിലേക്കൊരു യാത്ര, അത് നേരിൽ കാണാനുള്ളൊരു യാത്ര, അതൊരു വലിയ സന്ദേശം കൂടിയാണ്. ലോകത്തിന്റെ ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം തുടങ്ങുന്നത് അതേ നാട്ടിൽ നിന്നാണ്. ചരിത്രഭൂമിയിലേക്ക് നമ്മൾ കടന്നുപോയ ഒരു ലോകത്തിന്റെ നമ്മൾ ഇന്ന് പൊട്ടിമുളച്ചവരല്ലോ, നമുക്കും ജീവിച്ചു പോയ മനുഷ്യരുണ്ട്, നമ്മളിലേക്ക് ആദർശം എത്തിച്ച ആൾക്കാരുണ്ട്. അവരുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ സ്മരണകളായി ഇറക്കിക്കൊണ്ട് ആ പുണ്യഭൂമികയിൽ നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വിശ്വാസി അകം വഴിഞ്ഞ് ആഗ്രഹിക്കേണ്ട കാര്യം തന്നെയാണ്. ആ ആഗ്രഹത്തിലേക്ക് ചേർത്ത് വെച്ചു അല്ലാഹു കൽപ്പിക്കുകയാണ്, അത് നിർബന്ധമാണ്. ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന്. ഫീഹി ആയാതും ബയ്യിനാതും മഖാം ഇബ്രാഹിം. അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട്. മഖാം ഇബ്രാഹിം അടക്കം, ഈ മഖാം ഇബ്രാഹിം അടക്കം വലിയ അത്ഭുതങ്ങൾ അവിടെയുണ്ട് എന്ന് അതിന് പുനരുദ്ധാരണം അല്ലെങ്കിൽ അതിന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമായ അറിവനുസരിച്ച് നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ആദ്യമായി സ്ഥാപിക്കുന്നത്. അതിന് മുമ്പേ പ്രതീകാത്മകമായ കഅബാലയമുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നത്. ലോകത്ത് ദുനിയാവിനെ പടയ്ക്കുമ്പോൾ തന്നെ അവിടെ ഒരു കുമിളകളായി ഈ കഅബാലയത്തിന്റെ ഭാഗം ഉയർന്നു നിന്നിരുന്നു എന്ന് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൃത്യമായ നിലയിൽ ലഭ്യമായ അറിവനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമാണ് കഅബയുടെ അസ്തിവാരം ഇടുന്നത്. പക്ഷെ ആ ചരിത്രം പോലും പരിശോധിക്കുക. ലോകത്ത് ആരാ വന്നത് കഅബ നിർമ്മിക്കാൻ വേണ്ടി? ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കേന്ദ്രീകരിക്കുന്ന, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ കോർത്തിണക്കുന്ന കഅബ, ആ കഅബ പണിയാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അതൊരു പുരോഹിതന്റെ ബിംബാരാധകനും ഒരു ബിംബങ്ങളെ പൗരോഹിത്യം കൽപ്പിച്ചു കൊടുക്കുന്ന, ദൈവികത കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ മകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന്റെ ഭാര്യ കിബിത്തി, മിസ്രിന്റെ ഈജിപ്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കാലത്ത് അവർ കിബിത്തികൾ ഈജിപ്ത് ഭരിക്കുന്ന കാലമുണ്ടായി, ഫറോവയുടെ കാലഘട്ടം. അതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കിബിത്തികളുടെ ചരിത്രം, അടിമകളാക്കപ്പെട്ടിരുന്ന കാലഘട്ടം. അന്ന് അടിമകളാക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം, അന്ന് കറുത്ത കാപ്രിയായ അടിമ സ്ത്രീയായിരുന്ന ഹാജർ റളിയല്ലാഹു തആല അൻഹ, അവരെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ മക്കം പണിയാൻ വേണ്ടി കൊണ്ടുവരുന്നതിൽ ഒരാള്. മൂന്നാമത്തെ ആള് ഈ രണ്ട് ദമ്പതികൾക്കിടയിൽ ഉണ്ടായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ലോകത്ത് നമുക്ക് നമ്മളെ വർഗവർണ്ണ വിവേചനത്തിന് പേരിൽ മാറ്റി നിർത്താനാണെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടവളാണ് ഹാജർ. പക്ഷെ അവരാണ് ഇന്ന് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു പാരമ്പര്യമായി അമുസ്ലിമായി ജീവിക്കുന്ന, ബിംബാരാധകനായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നതിന് പേരിൽ വ്യക്തികളെ മാറ്റി നിർത്തിയാൽ, പൊതുവിശ്വാസികളെ മാറ്റി നിർത്തിയാൽ ഇബ്രാഹിം നബിയെ മാറ്റി നിർത്തേണ്ടി വരില്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരില്ലേ? അദ്ദേഹത്തിന്റെ വാപ്പയും മുശ്രിക്ക് തന്നെയായിരുന്നില്ലേ? എന്നാൽ അതിനേക്കാൾ മുറ്റുനിന്ന ഒരു പുരോഹിതൻ തന്നെയായിരുന്നില്ലേ? അവിടെ എല്ലാ കാര്യം എന്നുള്ളത് അദ്ദേഹം എന്ത് ആദർശം പുലർത്തി എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഒരു നാട്ടക്കുറി പോലെയാണ് കഅബ നിൽക്കുന്നത്. അതുകണക്കിന് ഹാജറിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ സ്മരണകളാണ് കഅബ ഉയർത്തിവെക്കുന്നത്. ആ ഹിജ്ർ ഇസ്മായിലിലേക്ക്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ഹിജ്ർ ഇസ്മായിൽ. ഇന്നും ആദരവോടെ കാണുന്ന മക്കയുടെ ഭാഗം. ആയാത്തും ബയ്യിനാത്തെന്ന് കഅബ എന്ന കെട്ടിടം, അതിന് അത്ഭുതങ്ങളില്ല. താജ്മഹൽ പോലെ മനോഹരമല്ലത്. അതിനകത്തല്ലെങ്കിൽ ഇവിടെ പല ക്ഷേത്രങ്ങളിലും മറ്റുമുള്ളതുപോലെ നിധികുംഭങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടില്ല. ഉള്ളു ശൂന്യമായ ഒരു ചതുര കെട്ടിടം, കറുത്ത കുറെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള, പരുക്കൻ കല്ലുകൾ അടുക്കി കെട്ടിയിട്ടുള്ള ഒരു കെട്ടിടം മാത്രമാണ്. ഉള്ളു ശൂന്യമാണ്. ഈ ചതുര കെട്ടിടത്തിന്റെ മഹത്വം എന്താണ്? അതിനകത്ത് ഏതെങ്കിലും പ്രവാചകന്മാർ അടക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മഹത് വ്യക്തികളെ സ്ഥാപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ശിലകൾ അവിടെ ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അതൊന്നുമല്ല. അതൊക്കെ അവിടെ അതിൻ്റെ ആ കെട്ടിടത്തിന് കുറെ ചരിത്രങ്ങൾ പറയാറുണ്ട് എന്നതിനപ്പുറത്തേക്ക് ലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് അവർ എന്ന്. കഅബയുടെ മുമ്പിൽ നിന്നാലും മനുഷ്യൻ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ നിന്നു എന്നാ പറയാ. അങ്ങനെ പറയാവുന്നു. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവൻ ആദ്യം പറയുന്നത്, അള്ളാഹുവേ കഅബയിലേക്ക് നമ്മൾ നിൽക്കുകയല്ല, നിന്നിലേക്ക് നിൽക്കുന്നു അള്ളാഹുവേ എന്ന്. റബ്ബിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ആ കഅബ ചരിത്രമുറങ്ങുന്ന ഭൂമികയാണ്. അള്ളാഹു ആദരിച്ച ഇടമാണ്. പടച്ചവൻ ആദരിച്ചു, അതിനെ കിബിലയാക്കാൻ പറഞ്ഞു, അവിടേക്ക് നിങ്ങൾ വരാൻ പറഞ്ഞു. അള്ളാഹു ആവശ്യപ്പെട്ടു, നമ്മൾ ചെല്ലുന്നു. അതിനെ ആരാധിക്കാനില്ല. കഅബ എന്ന കെട്ടിടത്തോട് ആരാധനയില്ല. ഒരു വിശ്വാസിയുടെ മഹത്വം പോലും അതിനില്ല. ഒരു വിശ്വാസിയുടെ ജീവന്റെ മഹത്വം കഅബ എന്ന കെട്ടിടങ്ങൾക്കില്ല. അത് കല്ലുകളും മണ്ണുമാണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. കല്ലും മണ്ണും മാത്രമാണ്. പക്ഷേ വിശ്വാസി എന്നുള്ളത് അള്ളാഹു ആത്മാവിട്ട റൂഹിട്ട ഒന്നാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവൻ അതിനേക്കാൾ വിലയുണ്ട്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ ഹജ്ജ് നിർബന്ധമാക്കുമ്പോൾ റബ്ബ് താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യൻ അനുസരിക്കുക എന്നതാണ്.
അല്ല അതിനെ ആരാധിക്കുക എന്നുള്ളതല്ല. കാബ എന്ന കെട്ടിടത്തെ നമ്മൾ ആരാധിക്കാറില്ല. അതിൽ ഒളിഞ്ഞ ഒരു കോണിൽ ഇരിക്കുന്ന ഒരു കാരണവശാലും ഹജറുൽ അസ്വദും നമ്മൾ ആരാധിക്കുന്ന സംഗതിയല്ല. ഈ മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞതുപോലെ, ഹജറുൽ അസ്വദിനോട് പറഞ്ഞതുപോലെ, ഹജറുൽ അസ്വദിനോട് കറുത്ത കല്ലേ നിന്നെ പ്രവാചകൻ ചുംബിച്ചത് കൊണ്ട് ഞാൻ ചുംബിക്കുന്നു എന്നല്ലാതെ നിന്നോട് എനിക്ക് ആരാധനയൊന്നും ഇല്ല കേട്ടോ എന്ന്. അത്രേ ഉള്ളൂ. കാബയോടോ കാബയിൽ മൂലയിരിക്കുന്ന ബർക്കത്തുള്ള കല്ലായ ഹജറുൽ അസ്വദിനോടോ ആരാധനകളില്ല. അത് റസൂൽ എന്ത് ചെയ്ത് ചുംബിച്ചത് കൊണ്ട് നമ്മൾ ചുംബിക്കുന്നു. അള്ളാഹു ആവശ്യപ്പെട്ടത് കൊണ്ട് കാബയുടെ മുമ്പിൽ നിൽക്കുന്നു. അത് വലിയ ചരിത്രത്തിന്റെ സ്മാരകം കൂടിയാണ്. ഹിജർ ഇസ്മായിലൊക്കെ ഇതിന്റെ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗമല്ലേ. മഖാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കയറി നിന്ന് കഅബ പണിത ആ കല്ലും ഹിജർ ഇസ്മായിൽ ലോകത്തെ ഒരു മടിത്തട്ട് എന്ന് പറയാവുന്നത്. നമ്മൾ ദളിതുകളെ താഴ്ത്തിക്കെട്ടി കാണുന്നത് പോലെ, ആദിവാസികളോട് അവഗണന കാണിക്കുന്നത് പോലെ ഒരുപക്ഷെ അവഗണിച്ച് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാവുന്ന ചരിത്രത്തിലെ വനിതയാണ് ഹാജർ. ആ കറുത്ത കാപ്പിരിയായ നീഗ്രോ അടിമ പെണ്ണിന്റെ തൊട്ടിലുണ്ടല്ലോ ഇസ്മായിലിന് വേണ്ടി കെട്ടിയ ആ തൊട്ടില് അവർ കെട്ടിയിട്ടുള്ള ചായ്പ് കാബയോട് ചേർന്ന് അത് ലോകത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ മനുഷ്യനെ വംശീയമായി ചിന്തിക്കുന്ന, ഉച്ചനീചത്വങ്ങൾ വെച്ചു പുലർത്തുന്ന, വർഗ വിവേചനങ്ങൾ വെച്ചു പുലർത്തുന്ന, വർണ്ണ വിവേചനങ്ങൾ വെച്ചു പുലർത്തുന്ന സമൂഹത്തിന്റെ ഹൃദയത്തിലുള്ള അടിയാണത്. നമ്മുടെ നെഞ്ചിലിട്ടുള്ള അടിയാണ്. അള്ളാഹുവിന്റെ പ്രകരമാണത്. വേണ്ടെന്ന് അങ്ങനെ നിറം നോക്കിയിട്ട് മഹത്വം കൊടുത്തവനല്ലേ നാഥൻ. അള്ളാഹുവിന് കൊടുക്കാറില്ല. കറുപ്പും വെളുപ്പും പടച്ചവൻ അള്ളാഹു തന്നെയാണ്. കറുത്തവനും വെളുത്തവനും ചുവന്നവനും ഈ മതത്തിനകത്തില്ല എന്ന് അത് പഠിപ്പിക്കൽ കൂടിയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് കാബ എന്ന കെട്ടിടത്തോട് ആരാധനയില്ല, ഹജറുൽ അസ്വദിനോടും ആരാധനയില്ല. ഈ ഹജ്ജ് ഇത്രയും എക്സ്പെൻസീവായ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ അത് ലോകത്ത് വെക്കുന്ന വലിയ സന്ദേശമുണ്ടല്ലോ, അതിന് ഈ ലക്ഷങ്ങൾ കൊണ്ട് വിലയിളക്കുന്നത് പോലും തെറ്റായ ഒരു ചിന്താഗതിയാണ്. ഇതിനെല്ലാം ഉപരിയായി നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുകയാണ് ഹജ്ജ് എന്ന കർമ്മത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഓരോ വിശ്വാസികളും ചെയ്യുന്നത്. അത് നമ്മുടെ വലിയൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി